കുറച്ച് പേരൊക്കെ ഇവിടെ കൊണ്ടില്ല കാരാത്തോ. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോയിക്കൊണ്ട് നമ്മുടെ പയ്യന്മാർ തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് പോണേ. അപ്പോൾ ഇനി ഒരു ടീം എക്സിറ്റ് ഉണ്ട്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് ടിക്കറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഗൈസ് അങ്ങനെ വണ്ടി അവിടെ കൊണ്ടുവച്ച് അവർ എഴുതിയെടുത്തോണ്ടിരിക്കുകയാണ് നമ്പർ കാര്യങ്ങളൊക്കെ. പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് എടുത്താ. എന്താ അമ്മമാരിത് അവിടെ എത്തി. പോയി ടിക്കറ്റ് ഇടാ. എത്ര രൂപയായി? 100 രൂപയാണ് വണ്ടിക്ക്. 20 ആൾക്ക് 40. പോയി ടിക്കറ്റൊക്കെ എടുത്ത് പെട്ടെന്ന് വാ. ഗൈസ് ഇതാണ് എൻട്രി. നമുക്ക് ഇവിടെ കൂടെ കയറാൻ പറ്റും. നമ്മളെ വണ്ടി അവിടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് ഇതാണ് ഇതിൻ്റെ എൻട്രി. കണ്ടില്ലേ? വെൽക്കം ടു പൊന്മുടി. അമ്മമാരിത് അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ് കേട്ടോ. കുറച്ച് പേരുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വണ്ടിയിലെ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എഴുതിയെടുത്ത്. അക്ഷയ പുതിയ വണ്ടിയാണ് ഗൈസ്, ബുള്ളറ്റ്. ഫസ്റ്റ് ലോങ്ങിൽ ഇത് ഇവൻ്റെ ബുള്ളറ്റാണ് ഗൈസ്. ഇത് അനന്തുവിൻ്റെ. അമ്മമാരവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വർക്ക്. എന്നിട്ട് നമുക്ക് നേരെ ചുരം തന്നെ എന്നോട് പറയണേ. എന്തായാലും നമ്മുടെ പയ്യന്മാർ ഫ്രണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കിടില ആംബിയൻസ്, നല്ല കിടില തണുപ്പ്. വോയിസ് റെക്കോർഡ് ആവണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബുള്ളറ്റിലാണ് ഗൈസ് നമ്മളുടെ യാത്ര. അഡ്വഞ്ചർ. ഇവിടെ ഒരു പരിപാടിയായിട്ട് വന്നതാണ്. ഏറ്റവും ടോപ്പിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി. അറിയില്ല, കാട്, അതിൻ്റെ ഇടയിൽ കൂടെ റോഡ്. ഗൈസ് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കോട ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അത് പിന്നെ കുറച്ച് പേര് അവിടെ ടൂറായിട്ട് വന്നവരാണെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് കുറേ അങ്ങോട്ട് പോയി. തമിഴ്നാട്ടിൽ ചെറുതായിട്ട് പയ്യന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കുഴപ്പമില്ല. പിന്നെ നമ്മളിവിടെ വന്നിട്ട് കുറച്ച് റീൽ എടുത്തായിരുന്നു കേട്ടോ. അപ്പം അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ. അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. അതോടൊപ്പം നമ്മളിവിടുന്ന് കുറച്ച് റീലെടുത്ത് ഇനി കുറച്ചും കൂടെ എടുക്കണം. ഇനി കോടയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. കുറേ ഇപ്പം വീട് ചെറുതൊക്കെ വന്നു. സംഭവം കൊള്ളാം. പിന്നെ റേഞ്ച് ഇല്ല ഗൈസ് ഇവിടെ. ഉമ്മാരൊക്കെ വിളിക്കാൻ നേരത്ത് നല്ല റേഞ്ച് കുറവായിരുന്നു. ഓക്കെ ഗൈസ്, ഇത് അഭിനവ് എന്ന വണ്ടിയാണ്. ഇത് നമ്മുടെ അക്ഷയും ഞാനും കൂടെ വന്ന വണ്ടി. ജെറിന്റെ മേളില് ആനന്ദ് വന്ന കേട്ടാ. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഇനി നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് പോയി നോക്കട്ടെട്ടാ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ടോപ്പിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ പോയി നോക്കാം. പിന്നെ ആൾക്കാരുണ്ട് ഊഹിക്കുന്നു കുറേ പേര്. പിന്നെ നമ്മളെ വണ്ടി ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല? ഇനി നമുക്ക് അങ്ങോട്ട് കയറി നോക്കാൻ കഴിയും. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കണം ഗൈസ്. 2 ആട് ഇരിപ്പുണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവിടെയൊക്കെ പോകാൻ പറ്റും കേട്ടോ. അയ്യോ. ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസ് ഇവിടെ ഷൂട്ട് ചെയ്യണം. പിന്നെ വ്ളോഗാണ് മെയിൻ ഗൈസ്. മാസ് പയ്യൻ ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അല്ല നടക്കും ഇവിടെ. അങ്ങോട്ട് പോയാലോ നമുക്ക്. നീ ഇത് പോക്കറ്റ് വെച്ചോ. പവർ ബാങ്കാണ്, വിലപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ. അങ്ങോട്ട് പോകാം. ഇടുങ്ങിയ വഴി കൂടെ നമ്മൾ ആ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. ഓ ആര്? നീയാ? ഫസ്റ്റ് ടൈം അല്ലേ? നിന്നെ വീട്ടിൽ നിന്ന് വിട്ടാ എങ്ങനെ? ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുപോകണയാണ്. ഒന്നും പറ്റാതെ വീട്ടിൽ എത്തിക്കും. ഫുൾ സേഫ് ആണ്. ഞാൻ ഇവന്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇതിന് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വീഡിയോ വരുള്ളൂ. ഇവൻ പൊന്മുടിന്ന് കേട്ടതും പാത്രം കഴിച്ചു. അമ്മ ഞാൻ അപ്പുറം വരെ പോയിട്ടുണ്ട്. കാണില്ല. അയ്യോ, അങ്ങും പോവാ. നമുക്കിനി ടോപ്പ് വ്യൂ പോയിട്ട് എനിക്ക് റീൽ എടുക്കണം. അതാണ് മെയിൻ പരിപാടി. പിന്നെന്താ, അത് വേറെ യൂണിവേഴ്സാ. കണ്ടില്ലേ ഗൈസ്, നല്ല കിടിലം വ്യൂ. പിന്നെ ടവർ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാമോ? ചെറുതായിട്ട് കാണാൻ പറ്റും. അതിന് ടോപ്പ് വ്യൂയിലോട്ട് കയറാൻ പറ്റൂലെന്നാണ് അവന്മാർ പറയണത്.
അത് തപ്പളിയാ. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക, നമ്മൾ തപ്പി ഇറങ്ങിയെന്ന് പറയാം. ആ പിന്നെ നീ ഇതിന്റെ പേര് പറ. മാഗ്നിഫെറ ഇൻഡിക്ക. മാങ്ങാണ്ടി എന്ന്. നമുക്ക് സാറിന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് ചെയ്യണം. സാർ ഇതല്ലേ സാർ ഇതല്ലേ നിങ്ങൾ നമ്മൾ നോക്കണം മാർക്ക്. ഇടുങ്ങിയ വഴി കൂടെ കിടിലം വ്യൂ. അയ്യോ അഭിനവ് ഡെയിലി പോണെന്നാണ് പറയണത്. ഓ അഭിനന്ദിന്റെ ഹിഡൻ സ്പോട്ട്. എന്തൊരു കീറി വിളിക്കുന്നവര്. അയ്യോ ഫോൺ വിട്ടോണ്ട് വിടല്ലേ. ഏയ് ഒബ്സർവേറ്ററി ഗൈസ് പാറ മഞ്ഞ് സീൻ. ഗൈസ് അവിടെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടാ. ഡേ 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 ചേർന്നേ ഇറങ്ങ് ഇറങ്ങ്. ഞാനും സേഫായിട്ട് ഷൂട്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. ചെറിയ ഇടുങ്ങി വഴി കൂടെ വീണ്ടും നമ്മളുടെ യാത്ര. അത് ഒരിക്കലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇതേപോലെ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് പോകണം. ഓ കുറേ ഉണ്ടട്ടാ. എല്ലാരും കയറാൻ പറ്റൂല. നീ അവിടെ ഇരി. അത് തന്നെ ക്യാമറ നോക്കി ഇതൊന്നും പറയില്ലല്ലോ അവിടെ. ഗൈസ് എസ്തെറ്റിക് ഫോട്ടോ. ക്യാമറമാൻ അക്ഷയോടൊപ്പം മിണ്ടായി. അയ്യോ നമ്മൾ ഇവിടുന്ന് മാസാടേ പാരച്ചൂട്ടിട്ട് പറന്നു വേണം ആലോചിക്കണം. എന്തിനടേ അത്? പാട്ടുണ്ടി വീട് ജെറിന് പുതിയ വണ്ടി വന്നു നോക്ക്. പെയിന്റ് അടിച്ച വണ്ടി. നിങ്ങൾ കാണാമോ? തമിഴിന്റെ വണ്ടി പോയി പാട്ടിടാൻ പറയല്ലേ. ഇനി പാട്. ആ വെയില് വന്നു മുഞ്ചി. ഗൈസ് ഇപ്പം കോട കുറഞ്ഞാട്ടാ. മുക്കും മൂലയിലും ആളുകളുണ്ട്. ഇതാ മൂലയിൽ എല്ലായിടത്തും ഇപ്പം വെയിൽ. നേരത്തെ കുറച്ച് അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം കുഴപ്പമില്ലായിരുന്നു. അയ്യോ നല്ല വെയിലാട്ടാ. അമ്മമാരിത് അവിടെ നടന്നുകൊണ്ടിരിക്കും. നമുക്കിനി അതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അങ്ങോട്ട് കയറി നോക്കണം. നമ്മൾ അവിടെ കൂടെ വന്നിട്ട് വേറെ എവിടെയൊക്കെ വഴിയാണ് കയറി. ഇതിപ്പം ചെറിയ റോഡൊക്കെ ഉണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നവർ വരിക. നേരെ ടിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗൈസ് ഇപ്പം അറുതി വെയിലായി. ഇനി വരും എന്തേലും കോട. അവിടെ നിന്ന് അടിച്ച് കയറിക്കൊണ്ട് ജിശാല് വീഡിയോ എടുക്കും. നമുക്ക് ഇറങ്ങിയാലോ അവിടെയും കൂടെ കയറിയിട്ട്. അപ്പൊ അങ്ങോട്ട് പോവാ. മലയും കയറി പോയിട്ട് വെയിലാണ്. വെയിലാണ്. ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട്. കഴിവേനേട്ട റോട്ടണിയുടെ വിജയം. അല്ല ക്ലാസ്സിലിപ്പോ നിങ്ങൾ രണ്ടുപേരും കൊണ്ടുപോയില്ലേ? അല്ല ക്ലാസ്സിലിപ്പോ രണ്ടുപേരും കൊണ്ടുപോയില്ലേ? ഫെലിക്സിന്റെ പേര് പറയണത് നീയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ നിന്നെ തന്നെ നിങ്ങളെ ഇഷ്ടം ഉണ്ടല്ലേ പറയണ. എന്തോ തൈലൊക്കെ ചേരുന്ന അല്ല എന്ത് തൈലൂടെ മുട്ടത്തൈ. അല്ല അത് എങ്ങനെ ക്ലാസ് വെച്ചില്ലേ? എടാ വാ നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം. മാറി തൂക്കി എടുത്തോണ്ട് വരാൻ പറഞ്ഞ ഏത് പയ്യനെ? ഇവനെ തൂക്കി എടുത്തോണ്ട് വന്നാ അപരാധിക കമ്പനി. ഇനി നമുക്ക് തിരിക്കാം അങ്ങോട്ട്. നമ്മളെ വണ്ടിയൊക്കെ അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ നീരൊഴുക്കാണ്. നീരൊഴുക്ക്
അതാ നീരൊഴുക്ക്. അങ്ങോട്ട് ഇറങ്ങണ്ട, വെള്ളച്ചടങ്ങ്. പെണ്ണിന് പകരം വണ്ടിയെ പ്രണയിച്ചവൻ. ഏത് വണ്ടി കിട്ടിയാലും 2 എണ്ണം ഉണ്ട്, സോറി 2 എണ്ണം ഉണ്ട് കേട്ടാ. പെണ്ണിന് പകരം വണ്ടിയെ പ്രണയിച്ച മാർ. എല്ലാം കണക്കി കാർ വാങ്ങുമ്പോൾ സൂക്ഷിച്ചു, വീട്ടിൽ വന്ന കാറിന്റെ ബാക്ക് കാർപ്പേട്ട് കെട്ടിക്കണം. പയ്യനെ അവന്റെ എവിടെയൊക്കെ വേറെ എവിടെയൊക്കെ കഴിച്ചു. ഞാൻ സേഫ് ആണ് ഗൈസ്. വേറെ എടുത്തില്ലല്ലോ ലല്ലി. അതാണ് വെൽ പ്ലാൻ ആണ്. എന്നാ കടിച്ചവിടെ ഇരിക്കില്ലേ ഗൈസ്. അപ്പോ വീണ്ടും നമ്മൾ പോവാൻ വേണ്ടി തിരിച്ചപ്പോൾ ഇപ്പൊ വേറെ ഏതോ സ്പോട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഏതൊരു സ്പോട്ടിൽ കൊണ്ടുവന്നേ. ഹിഡൻ സ്പോട്ടൊന്നുമല്ല, എന്തോ വെള്ളച്ചാട്ടം എന്തോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നേണ് കേട്ടാ. നേരത്തെ നല്ല വെയിലായിരുന്നു, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ. ഇപ്പം കുറച്ച് തണുപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. ഇവൻ തണുപ്പത്ത് ഹീറോ ആവാൻ വേണ്ടി ഷർട്ട് മെയിൻ കൈസ്. ഇനി നല്ലൊരു സ്പോട്ടുണ്ട്, കുറച്ച് റീൽ എടുക്കണം. അതായത് ഇപ്പോഴൊന്നും വരില്ല, റീലൊക്കെ പിന്നീടേ വരുള്ളൂ. വ്ളോഗായിരിക്കും ഈ ഒരു മാസം ഫുള്ള് വ്ളോഗായിരിക്കും നമ്മുടെ ചാനലിൽ മെയിൻ. നാളെ ഒരു ട്രിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെയും എല്ലാം കൂടെ ഈ മാസം ഫുള്ള് മെയിൻ ആയിട്ടും വ്ളോഗായിരിക്കും, ലോങ് വ്ളോഗ്. ഇത് തന്നെ നല്ല ലെങ്ത് ഉണ്ടാവും, ആരും കാണൂല, അത് വേറൊരു രീതിയും. എന്തായാലും നോക്കാം ഗൈസ്. എവിടെയാണ് നിൻ്റെ ഹിഡൻ സ്പോട്ട്? കേട്ടില്ലല്ലോ. ചെറുതായിട്ട് കേക്ക് ഗൈസ്. ശ്രേയസ് പറഞ്ഞ് ഹിഡൻ സ്പോട്ടിലോട്ട് കയറിയാണ്. അത് വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിഞ്ഞൂടാ, ഇതാ കണ്ടില്ല. അതൊക്കെ ഏത് വഴിയുടെ ഏതെങ്കിലും ജില്ലയിൽ വന്നെത്തൂ. അത് എന്നെ സൂക്ഷിച്ചോ, എന്നെ കടിച്ച ശ്രേയസേ നീ ഇന്ന് തീന്ന്. ആർട്ടിച്ചക്കയിലെ മണമല്ലേ. വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട, നമുക്ക് അങ്ങനത്തെ അഡ്വെഞ്ചർ ഒന്നും വേണ്ട. ഇതാണ് നിന്റെ അരുവി. അങ്ങോട്ട് നോക്കണം. ഗൈസ്, ഇതാണ് അവന്റെ ഹിഡൻ സ്പോട്ട്. വെൽ ഡൺ ഗൈസ്. അങ്ങനെ അവനെ കൊണ്ട് ഒരു ഉപകാരം കിട്ടിയേ. ചെറു നിനക്ക് കാലി കഴിയണമെന്നല്ലേ പറഞ്ഞേ. ഗൈസ് തണുപ്പുണ്ടോ നോക്കട്ടെ. കിള്ളം അരിവല്ലേ, കൊള്ളാം. ഇനി അങ്ങോട്ട് പോണില്ല, ഇനി നമുക്ക് നേരെ അങ്ങ് വീട്ടിൽ പോവാം. സുഭാഷേ പേടിക്കണമേ. ഗൈസ് നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ. കൊണ്ടുപോടാ അവന്റെ ഓരോ മ്യൂസിക് വിട്ട് മാസ് കാണിക്കാൻ നോക്കണത്. മതി മതി ഗൈസ്, ഇനി നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് ചലിക്കട്ടെ. ഗൈസ് അതിൻ്റെ താഴെയായിരുന്നു നമ്മൾ ഇറങ്ങി. വണ്ടി ഒതുക്കണതിൻ്റെ നേരെ താഴെ വന്നാൽ മതി, ചെറിയ അരുവി നിങ്ങൾക്ക് കാണാൻ പറ്റും. അയ്യോ തളർന്ന് ഗൈസ്, ഇത്രയും കയറിയപ്പോൾ തന്നെ. മുകളിലോട്ട് വേണോ? നമ്മൾ വന്ന വഴി ഇത് തന്നെ. 2000 years later. ഗൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ടിൽ വന്നതാണ്. വെട്ടം അടിച്ച് കാരണം കണ്ടുകൂടാ വെട്ടം. പേജ് മാറി. അതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഗൈസ് കുറേ സാധനങ്ങളുണ്ട്. അത് തന്നെ ന്യൂ ഫുഡ് ബ്ലോഗർ. ഒന്നിൻ്റെ പേരറിഞ്ഞൂടാ.
ഇപ്പം എല്ലാം നോക്കിക്കോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജെറിൻ്റെ മാലയിലാണ് കണ്ണെല്ലാവർക്കും. അങ്ങനെ മന്തി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ജെറിനെ കയറി പിടിച്ചു. ചൂട് പിന്നെ ഇതെടുത്തോണ്ടിരിക്കാൻ. എല്ലായിടത്തും പോയി എന്തിട്ടാ വെള്ളം. ഗൈസ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിച്ചോട്ടെ കേട്ടോ.